കെ.പി. നൗഷാദ് അലി, ഇപ്പോൾ ഇതിനോടകം തന്നെ 13 കാര്യങ്ങൾ അത് പാകിസ്ഥാനെതിരെ പല തലങ്ങളിലായി ഇന്ത്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ട്രാവൽ ബാൻ, അതുപോലെ തന്നെ വെള്ളം, ട്രേഡ്, ഇങ്ങനെ പല 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 തലങ്ങളിൽ അതിൻ്റെയൊക്കെ പരിണിത ഫലം പാകിസ്ഥാൻ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ UN സെക്യൂരിറ്റി കൗൺസിൽ സംഭവിച്ചത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. കൂടാതെ മറ്റ് രാജ്യങ്ങൾ, ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ, അതിലേറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ കണ്ടത് റഷ്യ വ്ലാദിമിർ പുടിൻ പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിച്ചുകൊണ്ട് പൂർണ്ണ പിന്തുണ അറിയിക്കുന്ന കാഴ്ച. ഇന്നിപ്പോൾ അമേരിക്കയുടെ പരസ്യ പ്രതികരണം വരികയാണ്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം എന്ന് പറയുന്നു. തുടക്കത്തിൽ അവർ ഒരു അഴകുഴമ്പൻ നിലപാട് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് സ്വീകരിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ കൃത്യമായി തന്നെ ഇന്ത്യക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുകയാണ്. കൂടാതെ ജപ്പാൻ, ഇന്നലെ പ്രതിരോധ മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെ പിന്തുണയുണ്ട്. അങ്ങനെ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഇപ്പോൾ ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതായി നമുക്കറിയാം, അതിൽ നമുക്ക് അത്ഭുതവുമില്ല. തുർക്കിയുടെ കാര്യത്തിലും ഒരുപക്ഷെ അത് അങ്ങനെയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്കൊക്കെ വേറെ താല്പര്യങ്ങളുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു രാജ്യം പോലും, ഒരു രാഷ്ട്രം പോലും ഇന്ത്യയെ വിമർശിക്കുന്നത് നമ്മൾ കാണുന്നില്ല. UN-ൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇതുവരെ എടുത്തിട്ടുള്ള സ്റ്റെപ്പുകളുടെ വിജയം, അല്ലെങ്കിൽ ഒരു നയതന്ത്ര വിജയം ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമല്ലേ ഇതെല്ലാം? തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളുടെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി വരുന്നതിൽ ഇന്ത്യക്കാരായ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന ബോധം അതിനകത്തുണ്ട്. പക്ഷേ എനിക്കതിനോടൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ഒരു അയൽ രാഷ്ട്രങ്ങളാണ്. നമ്മുടെ അയൽപക്കത്തും ഒരുപിടി രാജ്യങ്ങളുണ്ട്. ഇവിടെ ശ്രീലങ്കയുണ്ട്, നേപ്പാളുണ്ട്, മാലിദ്വീപുണ്ട്, മ്യാൻമറുണ്ട്, ഇത്തരത്തിലൊക്കെയുള്ള രാജ്യങ്ങളുണ്ട്. അവരുടെ കൂടെ പിന്തുണ ആർജിക്കാനും സമാഹരിക്കാനും അവരെ കൂടി പാകിസ്ഥാനെതിരെ അണിനിരത്താനും വേണ്ട നടപടികൾ ഇന്ത്യ കൈക്കൊള്ളേണ്ടതുണ്ട്. ഇങ്ങനെ അയൽക്കാർ ഒന്നടങ്കം ഒരുമിച്ച് പാകിസ്ഥാൻ്റെ അന്യായത്തിനെതിരെ നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ വാക്കുകൾക്ക് ഒരു മുഴക്കം കൂടുക എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, തീർച്ചയായിട്ടും ഇവിടെ ഒരു യുദ്ധമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വേദനാജനകമായൊരു കാര്യം തന്നെയാണ്. യുദ്ധത്തിൽ അങ്ങനെ ആരെങ്കിലും ഏകപക്ഷീയമായിട്ട് വിജയിച്ചതിൻ്റെ ഒരു ചരിത്രമൊന്നും ലോകത്ത് എവിടെയുമില്ല. പക്ഷേ പാകിസ്ഥാന് അനിവാര്യമായ ഇനിയൊരു തവണ കൂടി ഇത്തരത്തിൽ ഇന്ത്യക്ക് നേരെ ഇത്തരം കുൽസിത പ്രവൃത്തികളുമായി വരാത്ത വണ്ണമുള്ള അവർക്കൊരു മറുപടി ഇന്ത്യ നൽകിയേ തീരൂ എന്നുള്ള കാര്യത്തിലും നമുക്ക് യാതൊരു തർക്കവുമില്ല. അത് എത്തരത്തിലാവണം എന്നുള്ളത് വലിയ പരിണിതപ്രജ്ഞരായ ആളുകളൊക്കെ അടങ്ങിയ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തീരുമാനത്തിന് നമ്മുടെ രാജ്യം വിട്ടുകൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് വളരെ ശക്തിമത്തായ യുക്തിപൂർവമായ ഒരു തീരുമാനവും നടപടിയും ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷ. കോൺഗ്രസിൽ പല നേതാക്കൾക്കും ഉൾപ്പെടെ ഇല്ല എന്നുള്ളതല്ലേ ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ അജയ് റായുടെ ഭാഗത്തു നിന്ന് കണ്ടത്? അദ്ദേഹം ഒരു വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് ശരിയാണോ? അല്ല, എന്താ ചോദ്യങ്ങൾ? അല്ല അനുജ, ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലേ? നമ്മൾ വായ മൂടിക്കെട്ടി മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖമെന്ന് ഉരുവിട്ട് വാഴുന്ന കൈകളിൽ വളയിടാൻ വേണ്ടി മത്സരിച്ച് ഇങ്ങനെ നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? നമുക്ക് കൃത്യമായ ചോദ്യങ്ങളുണ്ട്. കാരണം ഇന്ന് AICCയുടെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ പരസ്യമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പഹൽഗാമിലും അനന്തനാഗ് ജില്ലയുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലെയും സെക്യൂരിറ്റി വിഷയങ്ങളെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുകയും അതുപ്രകാരം ശ്രീനഗർ കത്വ റെയിൽവേ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് നരേന്ദ്രമോദി പിൻവാങ്ങുകയും ചെയ്തു. അങ്ങനെ പ്രധാനമന്ത്രി പിൻവാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും ഈ പറഞ്ഞ പഹൽഗാമിലെ പാവപ്പെട്ട ടൂറിസ്റ്റുകളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് 3 ടയർ സെക്യൂരിറ്റി സിസ്റ്റമുള്ള അവിടെ ഈ അപകടമൊക്കെ കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം അവിടെ രക്ഷാ സൈനികർ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമില്ല എന്ന് നിങ്ങൾ ഗോഡി മീഡിയയെ പോലെ സ്ഥാപിക്കുന്നത് ശരിയല്ല. അത് നമ്മൾ സ്ഥാപിക്കുന്നില്ല. ഞാനൊരു സംശയം ചോദിച്ചതാണ്. ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ തിരിച്ചടിക്കാത്തത് എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം അതിന് കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കാമല്ലോ. സൈന്യത്തിന് പൂർണ്ണമായ അധികാരം വിട്ടുകൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൽ കൂടിയാലോചന വളരെ പെട്ടെന്ന് നമുക്കൊരു ഔട്ട്റൈറ്റ് വാറിലേക്ക് കടക്കാൻ പറ്റില്ല. അതിൽ കൂടാതെ ഈ ആദ്യം പറഞ്ഞതുപോലെ 13 കാര്യങ്ങളിലാണ് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് ഇന്ത്യ. അവർ അതിൻ്റെ പരിണിതഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കൂടാതെ തിരിച്ചടി ലോകരാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയും പിന്തുണ ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട്. അടുത്ത പടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ എവിടെ തിരിച്ചടി എന്ന് ചോദിക്കുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. കേണൽ എസ് ഡെനി, ഇപ്പോൾ ആ ചോദിച്ച
ഞാൻ അങ്ങനെ അല്ലല്ല നിങ്ങൾ അങ്ങനെ ചുരുക്കി നമുക്ക് സമയം കുറവുണ്ട് സംസാരിച്ചു അതുകൊണ്ട്. പോയില്ല. ഇല്ലില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. ഞാൻ വേഗം. അല്ലല്ല 3/4 മണിക്കൂർ കാത്തു നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അസഹിഷ്ണുത കാട്ടി എൻ്റെ അടുത്ത് പോവരുത്. ഇത് ജനാധിപത്യ താങ്കൾ രാജ്യമാണ്. പറയൂ. ഈ രാജ്യത്തെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാവുന്ന അല്ല നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ രാജ്യത്തിന്റെ കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരുടെ സുരക്ഷാ ഭീതിയെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ കാശ്മീർ എല്ലാ ടെററിസ്റ്റ് ഫ്രീ ആയ സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആക്രമണം ഉണ്ടായത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അമർനാഥ് തീർത്ഥാടകരുടെ തീർത്ഥ പ്രവാഹം അവിടെ 10,000-കണക്കിന് പേരുടെ വലിയ പ്രവാഹത്തിന് അവിടെ ആരംഭം കുറിക്കുകയാണ്. തിരശ്ശീല ഉയരുകയാണ്. എന്ത് സെക്യൂരിറ്റി മെഷേഴ്സും എന്ത് ഇന്റലിജൻസ് സംവിധാനമൊക്കെയാണ് കൃത്യമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ ഈ രാജ്യത്തിന് താല്പര്യമുണ്ട്. ഈ വലിയ വീഴ്ചയിൽ മുമ്പൊക്കെ വീഴ്ചയുണ്ടായ കാലത്ത് ആഭ്യന്തരമന്ത്രിമാർ രാജിവെച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അത്തരത്തിലൊക്കെയുള്ള വലിയ രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ പാകിസ്ഥാനെതിരെ തിരിച്ചു വിട്ടുകൊണ്ട് മറച്ചു പിടിക്കാൻ ശ്രമിക്കരുത്. പാകിസ്ഥാനെതിരെയുള്ള വികാരത്തിൽ ഞങ്ങളൊക്കെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇവിടെ 100-ലധികം വളരെ മോശമായ മതധ്രുവീകരണം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വ്യത്യസ്ത സംഘടനകളും വ്യക്തികളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്താ ഇന്ത്യ രാജ്യത്തിന്റെ നിലപാട്? ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഈ രാജ്യം ഒറ്റക്കെട്ടായി ഒന്നടങ്കം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബാധ്യത ഈ രാജ്യത്തെ സർക്കാരിനുണ്ട്. ആ കാര്യത്തിൽ സർക്കാർ എത്രമാത്രം വിജയമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. അതിന്റെ മുമ്പിൽ നിങ്ങൾ അസഹിഷ്ണുത കാണിക്കുന്നത് പൊതുശത്രു